ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും സീമന്തിനിയുടെയും സ്വാതിയുടെയും കണ്ണിൽപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി ഇല്ലാതാക്കാനുള്ള പ്രത്യേക പൂജയും വഴിപാടുകളൊക്കെ അവർ നടത്തുന്നുണ്ട്. മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണേട്ടനെ അവർ കാണല്ലേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഓരോ നിമിഷവും. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും സീമന്തിനിയും സ്വാതിയും തൊഴുതിറങ്ങുന്നതും അവിടെ മഹാലക്ഷ്മിയുടെ കാറ് കിടക്കുന്നത് കാണുമ്പോൾ ഇവളെന്താ ഇതുവരെ പോയില്ലേ എന്ന് പരസ്പരം പറയുന്നുണ്ട്. ഇത് കാണുന്ന മഹിയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് നീ എന്താടി ഇത്ര സമയമായിട്ടും തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് എപ്പോൾ പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മഹി നല്ല മറുപടി അവർക്ക് കൊടുക്കുന്നു. നീ ഇങ്ങനെ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടന്നിട്ടും ഒരു പ്രയോജനവും ഇല്ലടി. നിന്റെ ഭർത്താവിനെ കാലിന് സ്വാധീനമൊന്നും തിരിച്ചു കിട്ടാൻ പോണില്ല എന്ന് ശപിച്ചുകൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടോ മഹിക്ക്. തുടർന്ന് നീയും മഞ്ജുവിനെ വലയിലാക്കിയവനും തമ്മിൽ ഇപ്പോഴും ബന്ധം ഉണ്ടല്ലോടി. അതൊന്നും ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അവനെ കൊണ്ട് മഞ്ജുവിനെ കെട്ടിച്ചത്. എൻ്റെ മോനാണെങ്കിൽ അവൾ പോയതിൽ പിന്നെ ചത്ത് ജീവിക്കുകയാണെന്നെല്ലാം സീമന്തിനി മഹാലക്ഷ്മിയെയും സാഗറിനെയും ചേർത്ത് പറയുമ്പോൾ കണ്ണേട്ടൻ്റെ അമ്മായിയായി പോയി. പിന്നെ ഇത് ക്ഷേത്രമുറ്റവും ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് ഇപ്പോൾ ഇവൻ്റെ ഭർത്താവിനെയും കൊണ്ട് ആ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല സീമന്തിനി. ഞാൻ പറഞ്ഞു വരുന്നത് പച്ചയായിട്ട് പറയാം, നിനക്ക് ആ തോമസ് വൈദ്യരുടെ പ്രേമാണെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ സകല നിയന്ത്രണം വിട്ടു പോവാണ് കേട്ടോ മഹിക്ക്. അപ്പോൾ പ്രതാപനും സീമന്തിനിയും സ്വാതിയാണെങ്കിൽ അത് കേട്ട് പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രായം കണക്കിലെടുത്ത് ഞാനിതിന് മറുപടി പറയുന്നില്ല. വേറെ വല്ലവരും ആണെങ്കിൽ വായിലെ പല്ല് മുഴുവൻ ഇപ്പോൾ താഴെ കിടന്നേനെ. പിന്നെ നിങ്ങൾ അധികം അഹങ്കരിക്കേണ്ട. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ആജീവനാന്തം ജയിലിലാണ്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ എന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീമന്തിനിക്കാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഇവളിപ്പോൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആണ്. ആ നിലയ്ക്കാണ് ഇവൾ എന്ന് സംസാരിക്കുന്നത്. ഇനി നമ്മളെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ നമുക്കെതിരെ എങ്ങാനും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളകത്താ. വാ നമുക്ക് പോകാം. നീ ഇങ്ങനെ അവൻ്റെ വീൽ ചെയർ ഉന്തി ശിഷ്ടകാലം തള്ളി നീക്കുവടി. ഒടുക്കം നീയ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. അയാൾക്കും ഒരു കുടുംബമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മഹിയെ അപമാനിച്ച് സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. അങ്ങനെ അവരവിടെ നിന്നും പോയതിന് ശേഷം കണ്ണൻ വരുന്നുണ്ട്. അപ്പോൾ മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഇന്നിവിടെ തൊഴാനായിട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു കണ്ണേട്ട എന്ന് പറയുമ്പോൾ സാരമില്ല, ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ട് കണ്ടാൽ മതി എന്ന് കണ്ണൻ പറയുന്നുണ്ടെങ്കിലും എന്നാലും കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ട് പോയതെന്ന് പറയും. എന്നെയും തോമസ് സാറിനെയും ചേർത്താണ് അവർ പുതിയ കഥകൾ ഉണ്ടാക്കുന്നത് എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളതൊന്നും കേട്ടതായിട്ട് പോലും ഭാവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും മഹിയും അവിടെ നിന്നും പോകുന്നു. ശേഷം കരുണ പ്രതാപനെ വിളിക്കുന്നുണ്ട്. എന്തായി അച്ഛാ, ക്ഷേത്രത്തിൽ പോയി വഴിപാടും പൂജയൊക്കെ കഴിപ്പിച്ചു. അവളുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നെല്ലാം കരുണ പറയുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പൂജയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചു മോളെ. പക്ഷേ ഇന്ന് അവളും അവിടെ വന്നിരുന്നു, ലക്ഷ്മി എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കരുണ. അവളിതൊക്കെ എങ്ങനെ അറിയുന്നു അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അതാ മോളെ എനിക്കും അമ്മയ്ക്കും മനസ്സിലാകാത്തത്. ഏതായാലും ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കരുണ വിവരം ദുർഗയെ അറിയിക്കുന്നു. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവൾക്കെന്തോ 6ാം ഇന്ദ്രിയം ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? മോളുടെ മുത്തശ്ശിയും അച്ഛനും ഏട്ടത്തിയൊക്കെ ഇന്ന് അവിടേക്ക് പോകുന്ന വിവരം അവളെങ്ങനെ മനസ്സിലാക്കി എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അവളുടെ കയ്യിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി കളയാനുള്ള പൂജയും വഴിപാടൊക്കെ കഴിപ്പിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഏതായാലും അവളുടെ ഈ പ്രാർത്ഥന കൊണ്ട് അയാളുടെ കാര്യത്തിൽ പുരോഗതിയൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ എന്ന് കരുണ പറയുമ്പോൾ അതാ മോളെ ഏക ആശ്വാസം. പിന്നെ ഇനി അവൻ അങ്ങോട്ട് ചികിത്സയ്ക്ക് പോകുന്നില്ല എന്നും പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൻ ഇനി നടന്നു തുടങ്ങും എന്നൊന്നും നമ്മൾ പേടിക്കണ്ട. പിന്നെ അവന് കുട്ടികളൊന്നും ജനിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്വത്തുക്കളൊക്കെ ഉണ്ണിക്ക് തന്നെ വന്നു ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണനും മഹിയും വരികയാണ് കേട്ടോ. കരുണയും ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട്. തുടർന്ന് കരുണ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി അധികാരം പോവാത്ത ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് തന്നെ പോയത്? എൻ്റെ അച്ഛനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ടെന്ന് നിന്നെ ആരെ വിളിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ
എനിക്കിന്ന് ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ തൊഴണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പോയി. അതിന് നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മുൻകൂട്ടി അനുവാദം വാങ്ങണം എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. പിന്നെ എന്നെ ഇല്ലാതാക്കണം എന്ന് പ്രാർത്ഥിക്കാനാണ് നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ഇന്ന് അവിടെ വന്നിരുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ വായടപ്പിക്കുന്നത് മറുപടി തന്നെ മഹി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുറിയിലെത്തുന്ന കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇന്ന് എന്താണെന്നറിയില്ല മഹി, ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം മനസ്സിൽ ചില സംശയങ്ങൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ സംശയങ്ങൾ ശരിയാകാനാണ് സാധ്യത. ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് ആ ക്ഷേത്രത്തിലേക്ക് മുൻപ് പതിവായി പോകാറുണ്ടായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, എന്താ കണ്ണേട്ടൻ്റെ മനസ്സിലെ സംശയങ്ങൾ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മാവൻ വീൽ ചെയറിലായി. അതുപോലെ തന്നെ തൻ്റെ രണ്ടാനച്ഛൻ്റെ ജീവിതത്തിലും ഉണ്ട് അതുപോലെ ദുരന്തങ്ങൾ. അയാളുടെ മകളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. തൻ്റെ രണ്ടാനച്ഛനും അമ്മാവനും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. ഇനി അവരായിരിക്കുമോ എനിക്കും അച്ഛനും കൊട്ടേഷൻ തന്നത് എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും മലയ്ക്ക് പോയി വന്ന് ഉടനെ തന്നെ ഇതിൻ്റെ പുറകെ പോകാനാണ് എൻ്റെ തീരുമാനം. ഏത് വിധേനയും അന്നത്തെ അപകടത്തിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് പിന്നിൽ എൻ്റെ അമ്മാവനോ തൻ്റെ രണ്ടാനച്ഛനോ ആണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കും. അന്ന് ആ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവിടെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ റോഡിൽ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവം എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോയി മല ചവിട്ടി അയ്യപ്പ ഭഗവാനെ തൊഴുത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകാനാണ് എൻ്റെ തീരുമാനം എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മഹാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്